നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിക്കുവാൻ പല ആളുകളും പല സംഭവങ്ങളും പല കാരണങ്ങളും ഉണ്ടായിരിക്കും. നമ്മളൊന്ന് വെറുതെ പുറത്തിറങ്ങി നടന്ന് സമൂഹത്തിൽ കുറച്ച് സമയം ഒന്നിടപെട്ട് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ആകെ കലങ്ങിയിട്ടുണ്ടാകും. അതിനെന്തെങ്കിലും കാരണമുണ്ടാകും. ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്തതാകാം, നമുക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യം നമ്മുടെ മുന്നിൽ സംഭവിച്ചതാകാം. അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. എങ്ങനെയായാലും ശരി, നമ്മുടെ മനസ്സിനെ ഇളക്കിമറിക്കുവാൻ, അശാന്തമാക്കുവാൻ, സന്തോഷം നശിപ്പിക്കുവാൻ ധാരാളം കാരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ കാരണങ്ങളൊന്നും കാണുന്നുമില്ലെന്നിരിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ അവസ്ഥ? നിങ്ങൾക്ക് സങ്കടപ്പെടുവാനും ബുദ്ധിമുട്ടിലാകുവാനുമുള്ള ധാരാളം സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനോ സമാധാനിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ ഒരു കാരണവും കാണുന്നുമില്ലെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ കാരണത്തെ നിർമ്മിക്കേണ്ടി വരും. ഒരു സാഹചര്യവും നമ്മുടെ മുന്നിൽ കാണുന്നില്ല എങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ സിറ്റുവേഷൻ. പറ്റില്ലേ? നമുക്കുണ്ടാക്കാൻ കഴിയില്ലേ? സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നുമല്ല. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തമായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. സിമ്പിളായിട്ട് കുറച്ചുദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഒരു കുളത്തിലേക്ക് നോക്കുക. ആ കുളം ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആരോ കുളത്തിന്റെ തീരത്ത് പോയിട്ട് അതിലേക്ക് ഒരു കല്ലെടുത്തിട്ടു. അപ്പോൾ ആ കുളം ആകെ ഇളകിമറിയുന്നു, ഓളം വെട്ടാൻ തുടങ്ങുന്നു. ഇനി ഈ ഓളം വെട്ടൽ നിൽക്കണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇടപാട് നടത്തണോ കുളത്തിന്റെ കൂടെ? ആവശ്യമില്ല അല്ലേ? അത് കുറച്ചു സമയം കഴിയുമ്പോൾ സ്വാഭാവികമായി ഓളം വെട്ടിയിട്ട് പഴയ പോലെ ആകും. ആ കുളത്തെ ഇളക്കിമറിക്കുവാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. എന്നാൽ ആ കുളത്തിനെ പൂർവ്വസ്ഥിതിയിലേക്കാക്കുവാൻ ആവശ്യമായിട്ടുള്ള ആ ഫോഴ്സ് അതാ കുളത്തിൽ തന്നെയുണ്ട്. അതിന്റെ ഫ്ലക്ച്വേഷൻസിനെ നിർത്തുവാനുള്ള ഫോഴ്സ് ആ വെള്ളത്തിൽ തന്നെയുണ്ട്. വെള്ളം അങ്ങനെ ആകും. നമ്മുടെ മനസ്സൊരു കുളം പോലെയാണ്. അതിലേക്ക് പലരും വന്ന് കല്ലെരിഞ്ഞിട്ട് പോകും. അപ്പോൾ അത് ഇളകിമറിയാൻ തുടങ്ങും. പിന്നെ ആ മനസ്സ് പതുക്കെ പതുക്കെ ആകണം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്നറിയോ? ഈ കുളം ഇളകിമറിഞ്ഞ കുളത്തിനെ, ആ ഓളം വെട്ടലുണ്ടല്ലോ, ആ പ്രതലത്തിലുണ്ടാകുന്ന, ആ ജലത്തിലുണ്ടാകുന്ന വെള്ളത്തിന്റെ ചലനമുണ്ടല്ലോ, അതിനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി നിങ്ങൾ അതിലിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാകും? ആ കുളത്തിലെ ഓളങ്ങളെ നിങ്ങൾ നിർത്താൻ ശ്രമിക്കുകയാണ്, തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. കല്ല് വീണപ്പോൾ ഉണ്ടായ ഓളങ്ങളെ നിങ്ങൾ എത്രയധികം അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുവോ അത്രയും പുതിയ ഓളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നിങ്ങളുടെ മനസ്സിനെ ആരോ കേടുവരുത്തി, ആരോ നിങ്ങളുടെ മനസ്സിൽ ആകെ ഓളങ്ങളുണ്ടാക്കി. ഈ ഓളങ്ങൾ തടയുവാൻ വേണ്ടി മറ്റു പല ആളുകളെയും ആശ്രയിക്കുക, മറ്റു പല സാഹചര്യങ്ങളെയും സൃഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ശരിയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്കിറങ്ങി പോകുക, കുറച്ചു സമയം നേച്ചറിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൈവേർഷനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നോ, എങ്ങനെ സംസാരിക്കുമെന്നോ, മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നോ ഒരു ഉറപ്പുമില്ല. കാരണം നിങ്ങൾ ഡിസ്റ്റർബ്ഡാണ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡിസ്റ്റർബ്ഡായ മൈൻഡിനെ ശരിയാക്കിയെടുക്കുവാൻ വേണ്ടി മറ്റു ചില ആളുകളുടെ കൂടെ ഇടപഴകുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം കൂടെ കേടുവരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? നിങ്ങൾ ഡിസ്റ്റർബ്ഡാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് കേടുവന്നിരിക്കുന്ന ഒരു സമയത്ത്, നമ്മുടെ മനസ്സെന്ന കുളത്തിൽ ആരോ കല്ലെടുത്തെറിഞ്ഞ് അതിൽ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിനെ നിശ്ചലമാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ആ ഓളം വെട്ടലുകൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ മനസ്സിൽ ആരോ എടുത്തെറിഞ്ഞ കല്ല് അവിടെ കിടക്കുന്നുമുണ്ട്. മാത്രമല്ല, ആ പ്രശ്നമേറ്റ നിമിഷം മുതൽ നമ്മുടെ മനസ്സ് ഓളം വെട്ടുന്നുമുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ശാന്തമായിരിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രധാനമായും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ നല്ല രമ്യതയിലുള്ള സംഭാഷണങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അല്പമൊന്ന് അകലം പാലിക്കണം. അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ആ സമയത്ത് നിങ്ങൾ കേടുവരുത്തും. കാരണം നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നിങ്ങൾ അഗ്രസീവ് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമായി തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആളുകളുടെ കൂടെ ഇടപഴകുവാൻ പോകരുത്. ഇത് നിങ്ങൾക്ക് ആ സമയത്ത് തീരുമാനിക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ നോർമൽ ആയിരിക്കുന്ന ഒരു സമയത്ത്, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഇടപഴകുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്തു വയ്ക്കേണ്ടതാണ്.
നമ്മൾ ഈ ആപത്ത് കാലത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഫയർ സേഫ്റ്റി സെറ്റിംഗ്സ് ചെയ്തു വെക്കാറില്ലേ? അതുപോലെ ബോട്ടുകളിലൊക്കെ മുങ്ങി മരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില റിങ്ങുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവില്ലേ? അതുപോലെ നമ്മൾ LIC എടുത്തു വെക്കാറില്ലേ? ഇതെല്ലാം എന്തെങ്കിലും ഒരു ആപത്ത് കാലത്തോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ആപത്തുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? എവിടെ ചെന്നാണ് ഇരിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് റിലാക്സ് ചെയ്യേണ്ടത്? ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ചാർട്ട് വേണം. ഇതൊരു ഫയർ സേഫ്റ്റി പോലെ നമ്മൾ എപ്പോഴും ഫിറ്റ് ചെയ്യണം. ഇത് ആവശ്യം വരുമോ ഇല്ലയോ, പക്ഷേ ഉണ്ടായിരിക്കണം. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വെറും 10,000 രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും ട്രേഡിംഗിലൂടെ വരുമാനം നേടാൻ സാധിക്കും. 10,000 രൂപ വെച്ച സാധനം ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി. എനിക്കിപ്പോൾ ഒരു ദിവസം 3000 രൂപയിൽ കൂടുതൽ AI ട്രേഡിംഗിലൂടെ നേടാൻ കഴിയുന്നുണ്ട്. ഞാൻ കുറെ പൈസ കളഞ്ഞു, പിന്നെ ഞാനൊരു 30,000 രൂപ മുടക്കി. ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്